ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഹലോ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ റംസാൻ ആണ്, നോമ്പിന്റെ ടൈമാണ്. അതുമല്ല നല്ല ചൂട് ടൈമാണ്. എത്ര വെള്ളം കുടിച്ചാലും എന്താ നമുക്ക് ദാഹം തീരത്തില്ല അല്ലേ? ദാഹം തീരത്തുമില്ല. നമ്മളിങ്ങനെ വെള്ളം കുടിച്ചിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നോമ്പ് തുറക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു ക്ലൈമറ്റ് അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും ചീപ്പ് റേറ്റിന് ഇപ്പൊ കിട്ടുന്ന ഒരു ഫ്രൂട്ട് ആണ് ഏതാകുമ്പോറ്റി വാട്ടർമിലൻ. അപ്പൊ ഞങ്ങൾ ഇന്ന് വാട്ടർമിലൻ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വാട്ടർമിലൻ. ഓക്കെ, നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ യൂസ് ചെയ്യുന്നത് നാരങ്ങ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇഞ്ചി യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ കുറച്ച് പുതിന ഇലയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി അത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാട്ടർമെലൺ എന്ന് പറയുമ്പം ഡീഹൈഡ്രേഷൻ ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് ആണ്. കാരണം വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഡ്രിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ പറയുന്ന കണക്ക് നോമ്പ് തുറപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവരും രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതിരിക്കുക. നമുക്ക് ഫുഡ് കഴിക്കാതെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, വെള്ളം കുടിക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വാട്ടർമെലൺ തന്നെ ഒരു നോമ്പ് തുറക്കലിന് നമുക്കൊരു ബെസ്റ്റ് ഡ്രിങ്ക് ആക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വാട്ടർമെലൺ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ കുരു കുറച്ചുള്ള വാട്ടർമെലൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് മുകളിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബീറ്റർ വെച്ചിട്ട് വാട്ടർമെലൺ നല്ലതുപോലെ ജ്യൂസി ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സക്സസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ദേഹത്തൊക്കെ തെറിച്ച് വീഴുകയും ചെയ്ത്, അതുമല്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ കുറച്ച് പോർഷനൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. ഉള്ള പോർഷൻ ഞാൻ മൊത്തവും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമല്ല നല്ല രീതിയിൽ അങ്ങോട്ടത് ബീറ്റായി വരുന്നില്ലായിരുന്നു. കാരണം കുറച്ച് പോർഷൻ വെള്ളമായിട്ട് നിന്നു, പിന്നെ താഴോട്ടൊക്കെ നല്ല നല്ല പീസായിട്ട് തന്നെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം കൂടെ കട്ട് ചെയ്ത് അതിലെ പീസെല്ലാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇതേപോലെ ദാണ്ട് ഒരു ജാറിലാക്കി വെച്ച്. അപ്പം നമുക്ക് ഞാനത് പറഞ്ഞതാണ് അത് യൂസ് ചെയ്യലെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബ്ലെൻഡറിൻ്റെ ഞാൻ ഒരു ഇത് മാത്രമാണ് ഞാൻ ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം കൂടെ കൊണ്ടുപോയി നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു പീസ് പുതിനയില ഒഴിച്ചിട്ടുണ്ട്, പിന്നെ നാരങ്ങ നീരും, അതേപോലെ ഞാൻ ഇഞ്ചി ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വീഡിയോയിൽ ഇടാനായിട്ട് ഞാനത് എടുത്തപ്പം എനിക്ക് അതിൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി അതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ എന്താ മിക്സിയിലിട്ട് അരച്ചു. ഇനി നമുക്ക് അതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുവാണ്. ജസ്റ്റ് അതിൻ്റെ നാരും കുരുവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. വേണ്ടുന്നവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതല്ലാതെ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ജ്യൂസാക്കി എടുക്കാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കതിൻ്റെ ജ്യൂസ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്ത്. ഇനി ഇതിലേക്ക് മധുരം വേണ്ടുന്നവർക്ക് മധുരം ആഡ് ചെയ്യാം. ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഹണി ആഡ് ചെയ്തത്. ഹണി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആകെ 3 ഇൻഗ്രീഡിയൻറ്റേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇഞ്ചി, അതേപോലെ തന്നെ നാരങ്ങ, പുതിനയില, പിന്നെ നമ്മൾ കുറച്ച് ഹണി യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ഹോം മെയ്ഡ് തേനാണ് നമ്മൾ യൂസ് ചെയ്തത്. എല്ലാം ഹെൽത്തിയാണ്. അപ്പോൾ സൂപ്പറാണ്. നമുക്ക് ഡീഹൈഡ്രേഷനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് സാധാ ഒരു ജ്യൂസായിട്ട് കുടിക്കുന്നതിന് പകരം ഇതിനകത്തോട്ട് ആ ഫ്ലേവേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രസ്റ്റ് മീ, സൂപ്പർ ആൻഡ് ടേസ്റ്റി ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.